വടച്ചോനെ ആ തല്ലി മറിക്കണ ചെങ്ങായി വരുന്നുണ്ട്. നീ ഇവിടെ ഇന്ന് കളിയാണോ എനിക്ക് തൊയിരം തരികയാണാവോ? ദാസ വെള്ളം കെട്ടിക്ക. അടപ്പും പോയല്ലോ. എന്നോട് പറയാ ദാസ, ഞാൻ നടന്നു കഴിഞ്ഞു. എന്നോട് പറയാൻ വേണ്ടി, എന്നോട് ഈ കാര്യം പറയാൻ വേണ്ടി അവിടെ വന്നതാണ്. എന്താ സംഭവിച്ചിട്ടാണ്? ഇങ്ങനത്തെ ഒരു സംഭവം നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ദാസ, എൻ്റെ മൊബൈലിലൊക്കെ ശരിക്കും എത്ര ചാർജ് കയറും? 100. സാധാരണ എല്ലാവരും ചാർജും പോലെ തന്നെ 100 കയറുള്ളൂ. ചങ്ങായി ഈ ഫോണിലൊക്കെ ഉണ്ടല്ലോ ഒരു 110, 125 വരെ ചാർജ് കയറുന്നില്ല. ഞാൻ അതാണ് ഈ ഫോൺ ഒഴിവാക്കാത്തത്. നിങ്ങളൊക്കെ ഈ ഡിസ്പ്ലേ പൊട്ടി എന്ന് പറഞ്ഞ കളിയാക്കുമ്പോഴേ ഞാൻ എന്താ ഒഴിവാക്കാത്ത? അതൊന്നും ചിലപ്പോ അങ്ങനെ ആക്കാറ് നോക്ക. ഇന്നാലും 100, 125ഒക്കെയാണ് കേറുന്നത്. അജാതി മൊബൈലാണിത്. പിന്നെന്താന്ന് എങ്ങനെ എന്റെ ജീവിതത്തിൽ അങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് സംഭവിക്കണത്. നിങ്ങളോട് ഇതൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് ഇതൊക്കെ തള്ളാണ് ചെങ്ങായി. അതേമാതിരി തന്നെ നമ്മളെ ആ വരമ്പത്ത് കൂടി ഇങ്ങനെ വരുമ്പോഴേ ഒരു പാമ്പുണ്ടല്ലോ, ഒരു ചേരനെ മുണുങ്ങുക, ചേര പാമ്പിനെ മുണുങ്ങുക. നമുക്ക് സംഗതി മനസ്സിലായില്ലേ? അതായത് ഒന്നിനെ മുണുങ്ങുക, മറ്റേത് ഇപ്പുറത്ത് കൂടെ അതിനെ മുണുങ്ങുക. അങ്ങനെ ഒരു വട്ടത്തിലുണ്ടായിക്കണത്. അങ്ങനെ മുണുങ്ങി ഇതോട് കഴിഞ്ഞു. എന്താണ് മിണുങ്ങല്ല, പിന്നെ പാമ്പിനെ കാണാല്ല, ചേരനെ കാണാല്ല. കാരണം രണ്ടും അങ്ങോട്ടും മിണുങ്ങിയില്ലേ? മിണുങ്ങിയതോട് കഴിഞ്ഞു. ഇനി മിണുങ്ങല്ല. അങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് ചെങ്ങായി എന്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നത്. എടാ ദാസ, ഇജ്ജ് പടച്ചോനെ കണ്ടുക്കണം? ഞാൻ പടച്ചോനെ മാത്രല്ല മലക്കാളി ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാ ഞാൻ കണ്ടിക്കണ പടച്ചോനെ. ഇജിന്റെ സ്കൂട്ടി കണ്ടിക്കണോ? ആ വണ്ടിയല്ലേ ഞാൻ കണ്ടിട്ടുണ്ട്. ആ വണ്ടിയിൽ എത്ര കൊല്ലായി എണ്ണ അടിച്ചിട്ട് എനിക്കറിയാം. ഇതുവരെ എന്താ പച്ചവെള്ളം വെച്ചിട്ട് എനക്ക് ഇജ്ജ് വിശ്വസിക്കൂല. 2.5 കൊല്ലായി അതിൽ എണ്ണ അടിച്ചിട്ട് പമ്പ് കേറിട്ടോ. ഞാൻ ഒരു ദിവസം ഞങ്ങൾ എങ്ങനെ ഒരു വട്ടപ്പാറ ബൈക്ക് ഇങ്ങനെ പോകുമ്പോഴേ ഒരാള് ബൈക്കുന്ന ഒരു ലിഫ്റ്റ് വെച്ച് വൈകുന്നേരത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു പോന്നോളിന്ന് പറഞ്ഞു. അങ്ങനെ കേറി കുറച്ച് കഴിഞ്ഞപ്പോ മൂപ്പര് ഇറങ്ങാൻ നേരത്തിനോട് ഒരു വരം തന്ന്, ഇനി മുതൽ എന്റെ വണ്ടിയിൽ എണ്ണ അടിക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചത് നിങ്ങൾ ആരാണ്? അപ്പൊ മൂപ്പര് പറഞ്ഞു ഞാൻ പടച്ചോനാണ്. ഞാൻ ഏതെങ്കിലും പൊട്ടക്കിണറ്റി ചാടുക വേണ്ട, എല്ലായിടത്തും പോയി തൂങ്ങി ചാവുക വേണ്ട. ഈ ജാതി തള്ളൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടില്ല. പടച്ചോനെ, എന്തായാലും ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല. എന്താ ചെയ്യൊരു സത്യം പറയാനും പറ്റൂല.